ദേവദാരുക്കൾ അതിരിടുന്ന മലമ്പാത. ഇതുവഴി ഹിമാചൽ പ്രദേശിലെ അപ്പർ ധരംശാലയിലേക്കുള്ള സഞ്ചാരം തുടരുകയാണ് ഞാൻ. ഹിമാലയൻ വനത്തിനു നടുവിലൂടെയാണ് യാത്ര. ധരംശാലയിലെ പട്ടാള ക്യാമ്പും കൊളോണിയൽ കാലത്തെ നിയോ ഗോത്തിക് ദേവാലയവുമൊക്കെ പിന്നിട്ടാണ് അപ്പർ ധരംശാലയായ മക്ലിയോഡ് ഗഞ്ചിലേക്ക് പോകുന്നത്. മലഞ്ചെരുവിൽ അക്കാണുന്നതെല്ലാം മക്ലിയോഡ് ഗഞ്ചിന്റെ കെട്ടിട നിരകളാണ്. ഹിമാലയൻ പാർശ്വത്തിൽ തത്വദീശ ഏതുമില്ലാതെ നിരത്തിപ്പണിയുന്ന കെട്ടിടങ്ങൾ. കാർ മക്ലിയോഡ് ഗഞ്ചിൽ എത്തിയിരിക്കുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടമാണിത്. സഞ്ചാരികളെ ലക്ഷ്യം വയ്ക്കുന്ന കടകൾ പാതയോരത്തെല്ലാം കാണാം. സായിപ്പുമാരായ ഹിപ്പികൾ ധാരാളം എത്തുന്ന ഒരു പട്ടണഭാഗമാണ് മക്ലിയോഡ് ഗഞ്ച്. ഇവിടേക്ക് അവരെ ആകർഷിക്കുന്ന ഘടകമെന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഇടുങ്ങിയതും വൃത്തിഹീനവുമായ തെരുവുകളുള്ള ഒരു പട്ടണം. ടിബറ്റൻ വംശജരായ ആളുകളെ വഴിയരികിലും കടകളിലുമൊക്കെ കാണാം. ടിബറ്റിൽ നിന്ന് പലായനം ചെയ്തെത്തിയ ആയിരക്കണക്കിന് ആളുകൾ മക്ലിയോഡ് ഗഞ്ചിൽ സ്ഥിരവാസികളായുണ്ട്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും കച്ചവടവുമൊക്കെയായി അവർ ഇവിടെ അങ്ങനെ കൂടിയിരിക്കുകയാണ്. പക്ഷേ ടിബറ്റൻ വാസ്തുവിദ്യയുടെ ചെറിയൊരു സ്പർശം പോലും ഇവിടുത്തെ കെട്ടിടങ്ങളിൽ കാണാനാവുന്നില്ല. തോന്നും വിധം ഏച്ചുകെട്ടി പണിതുവച്ചിരിക്കുന്ന കെട്ടിടങ്ങളും പൊടി നിറഞ്ഞതും വൃത്തിയേതുമില്ലാത്തതുമായ പാതകളുമെല്ലാമായി മനം മടുപ്പിക്കുന്ന കാഴ്ചകൾ. ഈ നഗരം എങ്ങനെയാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതെന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെ മക്ലിയോഡ് ഗഞ്ചിന്റെ ഒരറ്റത്തേക്കാണ് ഡ്രൈവർ സുർജിത്ത് കാർ വിടുന്നത്. പട്ടണഹൃദയത്തിൽ നിന്നും 2 കിലോമീറ്റർ പോയാൽ ഭക്സു വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തും. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പഞ്ചാബ് പ്രവിശ്യയുടെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു ഡേവിഡ് മക്ലിയോഡ് എന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്ന ഡൊണാൾഡ് ഫ്രീൽ മക്ലിയോഡ്. പഞ്ചാബിലെ ജനങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിക്കായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നയാളാണ് അദ്ദേഹം. ലണ്ടനിലെ ഒരു ഭൂഗർഭ പാതയിൽ വെച്ചുണ്ടായ അപകടത്തിൽ 1872 നവംബറിലാണ് മക്ലിയോഡ് അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ബ്രിട്ടീഷുകാരാണ് മുൻപ് ഭക്സു എന്നറിയപ്പെട്ടിരുന്ന ഈ മലയോര പട്ടണത്തിന് മക്ലിയോഡ് ഗഞ്ച് എന്ന് പേരിട്ടത്. മലഞ്ചെരുവിൽ വലിയ കോൺക്രീറ്റ് വനമാണ് കാഴ്ചയിൽ. പ്രകൃതിയുടെ നാശത്തിനും മലയിടിച്ചിലുണ്ടായാൽ വൻ ദുരന്തത്തിനും വരെ കാരണമാകും ആ കെട്ടിടനിരയെന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. എന്നാൽ അക്കാര്യമൊന്നും ചിന്തിക്കാതെയാണ് മലഞ്ചെരുവിലെ കോൺക്രീറ്റ് നിർമ്മിതികൾക്ക് അധികാരികൾ അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പട്ടണത്തിൽ പാത പോലും നന്നാക്കിയിടുന്നതിൽ ഗവൺമെന്റോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോ താൽപ്പര്യമെടുക്കുന്നത് കാണുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മക്ലിയോഡ് ഗഞ്ച് ഇങ്ങനെയൊന്നുമായിരുന്നില്ല എന്നതാണ് രസകരമായ കാര്യം. സൗന്ദര്യവും സൗകര്യങ്ങളും ഒത്തിണങ്ങിയ പട്ടണമായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ ഇത്. ഒരു സുഖവാസ കേന്ദ്രമായാണ് അവർ ഇവിടം വികസിപ്പിച്ചെടുത്തത്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയതോടെ 20-ാം നൂറ്റാണ്ടിൽ പട്ടണമുഖച്ഛായ മാറി. ദേവദാരു വനങ്ങളുണ്ടായിരുന്ന മലഞ്ചെരുവുകളിൽ കോൺക്രീറ്റ് വനമാണ് പിന്നീട് പടർന്നു വളർന്നത്. ധരംശാലയിലെ പ്രസിദ്ധമായ ഭാക്സൂന ക്ഷേത്രം, ഭാക്സു വെള്ളച്ചാട്ടം എന്നിവയൊക്കെ കാണുന്നതിനാണ് കൂടുതലായും ടൂറിസ്റ്റുകൾ ഇവിടേക്കെത്തുന്നത്. ഞാൻ സുർജിത്തിന്റെ കാറിൽ നിന്നിറങ്ങി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 2013 ജൂലൈ മാസത്തിലുണ്ടായ പേമാരിയിൽ മണ്ണിടിഞ്ഞ മല കാണാം. കമ്പിളി വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ വിൽക്കുന്ന ഒട്ടേറെ കടകൾ. വിദേശ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന ശിലയിൽ കൊത്തിയ ചെറുശില്പങ്ങൾ ഒരു കാഴ്ച. വസ്ത്രക്കടകൾ ധാരാളം. ശീതകാല വസ്ത്രങ്ങളും ഫാഷൻ വസ്ത്രങ്ങളുമെല്ലാമുണ്ട്. ട്രക്കിംഗ് സാഹസികർക്ക് ആവശ്യമായ സ്ലീപ്പിംഗ് ബാഗ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ. ഇന്ത്യക്കാരായ സഞ്ചാരികളും ഇവയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും കച്ചവടക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിദേശികളെ തന്നെ. നിരവധി കടകൾ. നോർത്ത് ഇന്ത്യൻ വസ്ത്രങ്ങൾ, ഷോളുകൾ, ആഭരണങ്ങൾ എല്ലാമുണ്ട്. ടിബറ്റൻ പാരമ്പര്യമുള്ള വളകളും മാലകളുമൊക്കെയാണ് കുറേയേറെ കടകളിൽ നിരത്തിയിരിക്കുന്നത്. മക്ലിയോഡ് ഗഞ്ചിൽ സ്ഥിരവാസമാക്കിയ ടിബറ്റൻ അഭയാർത്ഥികളാണ് ഇത് നിർമ്മിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും. നിരവധി പഞ്ചാബി റെസ്റ്റോറൻറ്റുകൾ ഈ പട്ടണത്തിൽ കാണാം. ഷോപ്പിങ്ങിനു വേണ്ടി ഇങ്ങനെ പ്രത്യേക സ്ട്രീറ്റുകൾ തന്നെയുണ്ട്. ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും മാത്രമല്ല, സുഗന്ധവ്യഞ്ജനങ്ങളും ഹിമാലയത്തിൽ നിന്നും ശേഖരിക്കുന്ന പലതരം ഔഷധങ്ങളും വരെ ഇതിലുണ്ട്.
ദേവദാരുവിൻ്റെ കായ്, ഉണങ്ങിയ തൊലി എന്നിവയൊക്കെ ഈ കടകളിൽ കിട്ടും. ഇവിടെ അതൊക്കെ ഔഷധ ചേരുവകളാണ്. ഇടുങ്ങിയ വഴിയിലൂടെ വീണ്ടും നടക്കുമ്പോൾ മുന്നിൽ വെള്ളയും ചുവപ്പും പച്ചയും ചായം പൂശിയ ഒരു കവാടം കാണാം. ഭാക്സൂനാഗ് ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണത്. ക്ഷേത്രവഴിയിലും കച്ചവടക്കാർ നിരനിരിപ്പുണ്ട്. അവർക്കിടയിലൂടെ നടന്ന് ഞാൻ ഭാക്സൂനാഗ് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കെത്തി. ഇതാണ് ക്ഷേത്രം. അതിനകത്തേക്ക് ക്യാമറ അനുവദിക്കില്ല. ഭാക്സൂനാഗ് എന്ന നാഗദേവതയും ശിവനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. 5000 വർഷം മുൻപ് ഈ പ്രദേശം ഭരിച്ചിരുന്ന ബാക്സു എന്ന രാജാവ് സമീപത്തെ നാഗ്ദാൽ തടാകത്തിൽ നിന്നും തന്റെ രാജ്യത്തിനു വേണ്ടി ജലം മോഷ്ടിച്ചു. ഇതറിഞ്ഞ് കുപിതയായ നാഗദേവത ഭാക്സുവുമായി യുദ്ധത്തിനൊരുങ്ങി. യുദ്ധത്തിൽ രാജാവ് പരാജിതനായി മാപ്പപേക്ഷിച്ചുവെന്നും നാഗദേവത അദ്ദേഹത്തോട് ക്ഷമിച്ച് അനുഗ്രഹിച്ചുവെന്നും ഐതിഹ്യം. ക്ഷേത്രത്തിലെ ധർമ്മശാലയാണിത്. ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണവും തലചായ്ക്കാനിടവുമൊക്കെ നൽകിയിരുന്ന ധർമ്മശാല. ആ ധർമ്മശാലയുടെ പ്രശസ്തിയാണ് പിന്നീട് ഈ പ്രദേശത്തിൻ്റെ സ്ഥലനാമമായി പരിണമിച്ചത്. ക്ഷേത്രത്തിനടുത്ത് ഒരു കുളമുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ സജ്ജീകരിച്ചിരിക്കുന്ന ഇതിൽ സന്ദർശകർക്ക് കുളിക്കുകയും നീന്തുകയുമൊക്കെ ചെയ്യാം. സ്വിമ്മിംഗ് പൂളിന് മുകളിൽ 2 ചെറുകുളങ്ങൾ കൂടി കാണാം. ഈ കുളം ക്ഷേത്രത്തിൻ്റെ പുണ്യതീർത്ഥമാണ്. തീർത്ഥക്കുളത്തിൽ നിന്നുമാണ് ഭക്തർക്ക് കുളിക്കാവുന്ന കുളത്തിലേക്ക് ജലം വന്നു ചേരുന്നത്. എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലമാണിത്. അടുത്ത കാലത്ത് ടൈൽ പാകി സുന്ദരമാക്കിയ സ്നാനഘട്ടം. ക്ഷേത്രത്തിനരികിലെ ആദ്യ കുളം ഇതാണ്. അതിനരികിൽ ലക്ഷ്മി ദേവിയുടെ ഒരു ശില്പമുണ്ട്. രണ്ടാമത്തെ കുളത്തിൻ്റെ അടിത്തട്ടിൽ നിറയെ നാണയങ്ങളാണ് ഉള്ളത്. പ്രാർത്ഥിച്ച് ഈ കുളത്തിലേക്കൊരു നാണയമെറിഞ്ഞാൽ അഭീഷ്ടസിദ്ധിയുണ്ടാവുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇതായിരുന്നു പണ്ട് ധരംശാല എന്ന പട്ടണത്തിൻ്റെ ഹൃദയഭാഗം. ഇപ്പോൾ പട്ടണം മറ്റു ഭാഗങ്ങളിലേക്ക് വളർന്നെങ്കിലും ആദ്യകാലത്ത് വിദൂരദിക്കിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരുന്നത് ഇവിടേക്കാണ്. ഗൂർഖകളാണ് ക്ഷേത്രത്തെയും അതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളെയുമെല്ലാം ഇന്ന് കാണും വിധം പുനരുദ്ധരിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ഗൂർഖ റെജിമെന്റിനെ ബ്രിട്ടീഷുകാർ ധരംശാലയിൽ കേന്ദ്രീകരിച്ചപ്പോൾ തന്നെ അവർ ഭാക്സൂനാഗ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴും ഗൂർഖകളുടെ ക്ഷേത്രമെന്നാണ് ഭാക്സൂനാഗ് അറിയപ്പെടുന്നത്. ക്ഷേത്ര പരിസരത്ത് പലയിടങ്ങളിലായി ഗണപതിയുടെയും ഹനുമാന്റെയും ഒക്കെ വിഗ്രഹങ്ങളുണ്ട്. അവയുടെ ഒക്കെ മുന്നിൽ ആളുകൾ പ്രാർത്ഥിക്കുകയും കാണിക്കയർപ്പിക്കുകയും ചെയ്യുന്നു. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഭാക്സു നാഗപൂജയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. 150 വർഷമായി ഇവിടെ മുടങ്ങാതെ നടന്നുവരുന്നതാണ് ഭാക്സൂനാഗ് പൂജ. ഇതാണ് ആദ്യ ക്ഷേത്രക്കുളം. ഇവിടെ അടുത്തു തന്നെയുള്ള ഭാക്സു വെള്ളച്ചാട്ടത്തിൽ നിന്നുമാണ് ഈ കുളത്തിലേക്ക് ജലം എത്തുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ബ്രിട്ടീഷുകാർ ധരംശാലയിൽ കൊണ്ടുവന്ന ഗൂർഖകളുടെ തലമുറയിലെ പുതിയ കണ്ണികളാണ് ഇന്ന് ഈ ക്ഷേത്രത്തെ പരിപാലിക്കുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിനടുത്തു നിന്നും ഞാൻ പുറത്തേക്ക് നടന്നു. ഇതുവഴി ഞാൻ നടക്കുന്നത് ഭാക്സു വെള്ളച്ചാട്ടം കാണുന്നതിനാണ്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇവിടെ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഉരുളൻ കല്ലുകൾ അടിഞ്ഞുകിടക്കുന്ന ഒരു മലയിടുക്കാണ്. അതിൻ്റെ അങ്ങേയറ്റത്ത് വെള്ളിരേഖ പോലെ ഒരു കുഞ്ഞരുവി ഇറങ്ങി വരുന്നത് കാണാം. ഇതാണ് ഭാക്സു വെള്ളച്ചാട്ടം. 30 അടിയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. ഇപ്പോൾ ഇങ്ങനെ ശാന്തമായി കാണുന്നുണ്ടെങ്കിലും മൺസൂൺ കാലത്ത് അപ്പർ ധരംശാലയെ ആകെ വിറപ്പിച്ചു കളയും ഈ വെള്ളച്ചാട്ടം. സ്ലേറ്റ് മലകളാണ് ഇരുവശത്തും. അതിൽ നിന്നും ഇടയ്ക്കിടെ മണ്ണും കല്ലും ഇടിഞ്ഞ് മലയിടുക്കിലേക്ക് പതിക്കും. മൺസൂൺ കാലത്ത് ഇതൊക്കെ താഴേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യും. വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പാറകളിൽ ധാരാളം ബുദ്ധസന്യാസിമാരെ കാണാം. ധരംശാലയിലെ ടിബറ്റൻ ബുദ്ധസന്യാസിമാർ ധ്യാനിക്കാനും കുളിക്കാനും വസ്ത്രമലക്കാനുമൊക്കെ എത്തുക ഇവിടെയാണ്. ടൂറിസ്റ്റുകളും ഇവിടെ കുളിക്കാനിറങ്ങുന്ന പതിവുണ്ട്. ഹിന്ദുക്കൾ ചില പ്രത്യേക ദിനങ്ങളിൽ തർപ്പണം ചെയ്യുന്നതിനായും ഈ അരുവിയിലേക്ക് എത്തുന്നു.
ഇടതുവശത്തെ മലയുടെ പാർശ്വത്തിലൂടെ ഒരു ഒറ്റയടി പാതയുണ്ട്. അതിലൂടെ വെള്ളച്ചാട്ടത്തിനടുത്തുവരെ നടക്കാം. ധാരാളം ടൂറിസ്റ്റുകളെ ഈ വഴിയിലും കാണുന്നു. വൺ ഡേ ടൂറിന് പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നവരാണ് കൂടുതലും. എന്നാൽ ദിവസങ്ങളും മാസങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യാനെത്തുന്ന പാശ്ചാത്യരും ധാരാളം. കഞ്ചാവിൻ്റെയും ചരസിൻ്റെയുമൊക്കെ ലഹരിയിൽ ആത്മീയതയുടെ വ്യത്യസ്തമായൊരു തലം തേടുന്നവരാണ് അതിൽ കൂടുതലും. വഴിയോരത്ത് ചെറിയ കടകൾ. മൃദുപാനീയങ്ങൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തണുത്ത വെള്ളത്തിൽ മുക്കി തണുപ്പിക്കുന്നു. പാതയെല്ലാം സ്ലേറ്റ് കല്ല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇരിപ്പിടങ്ങൾ. വഴിയരികിൽ സവിശേഷ സൗന്ദര്യമാർന്ന ധരംശാല ദേവദാരുക്കൾ. ഇവിടെ ചില വിശിഷ്ട വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. കണ്ടാൽ നമ്മുടെ ഉണ്ണിയപ്പം പോലെയോ ഗുലാബ് ജാമുൻ പോലെയോ ഉണ്ട്. നല്ല മധുരമുള്ള വിഭവം. അതിനടുത്ത് പച്ചകുത്തുകാരുണ്ട്. എല്ലാ മതസ്ഥർക്കുമുള്ള പച്ചകുത്തച്ചുകൾ നിരന്നിരിക്കുന്നു. പെട്ടെന്നൊന്നും മാഞ്ഞു പോകാത്ത ഒരുതരം കറയിൽ അച്ചുമുക്കി ദേഹത്ത് പതിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങിങ്ങായി ധാരാളം കച്ചവടക്കാരുണ്ട്. ഇനിയും വെള്ളച്ചാട്ടത്തിനടുത്തുവരെ നടക്കേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു നോ നെയിം കഫേയുണ്ട്. പേരില്ല കാപ്പിക്കട. അവിടേക്കുള്ള വഴിയെ നടന്നാൽ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള അരുവിയുടെ കരയിൽ വരെ ചെല്ലാം. ഞാൻ അവിടേക്ക് നടന്നു. നേരം ഉച്ചയായിരിക്കുന്നു. നല്ല വിശപ്പുണ്ട്. പേരില്ലാ കടയിൽ നിന്നും എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാമെന്ന ചിന്തയോടെയാണ് നടപ്പ്. അരുവി കടന്നാൽ അപ്പുറമുള്ള മലമുകളിൽ ചില ആത്മീയ കേന്ദ്രങ്ങളും യോഗ പാഠശാലകളുമൊക്കെയുണ്ട്. അവിടുത്തെ പ്രധാന സന്ദർശകർ സായിപ്പുമാരാണ്. ഇത് അത്തരമൊരാളാണ്. ഇന്ത്യൻ ആത്മീയത അന്വേഷിച്ചു നടക്കുന്നവർ. യോഗയൊക്കെയാണ് ഇവർ ആസ്വദിക്കുന്നതും പഠിക്കുന്നതും. എന്നാൽ ലഹരിയിൽ മുങ്ങി ഇന്ത്യൻ ആത്മീയ ആലയങ്ങൾ അന്വേഷിച്ചു വരുന്നവരുമുണ്ട്. അത്തരക്കാരെ വലവീശി പിടിച്ച് പണം പിടുങ്ങുന്ന കപട സന്യാസിമാർ വരെ ഇവിടെയുണ്ടെന്നതാണ് രസകരമായ കാര്യം. ഒടുവിൽ ഞാൻ നോ നെയിം കഫേയുടെ അരികിലെത്തി. രസകരമായി സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു ചെറു റെസ്റ്റോറൻറ്റ്. ഇവർ ഈ പ്രദേശത്ത് ചില സാഹസിക യാത്രാ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുമുണ്ട്. പിന്നെ യോഗ ക്ലാസുകളും ആത്മീയ പ്രഭാഷണ പരിപാടികളും. ഹിമാലയത്തിൻ്റെ ഓരങ്ങളിൽ ഏറ്റവും ചെലവുള്ള 2 സംഗതികൾ ആത്മീയതയും യോഗയുമാണ്. പിന്നെ ലഹരിയും സംഗീതവും. ധരംശാലയിലെ ഒരു മലയോര കേന്ദ്രത്തിൽ ഉന്മാദ പാർട്ടിക്കിടെ 16 വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. ഇസ്രായേൽ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യൻ ആത്മീയത തേടി എത്തിയവരായിരുന്നു അവർ. ചായയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് നോ നെയിം കഫേയുടെ മുന്നിലുള്ള ഇരിപ്പിടങ്ങളിലൊന്നിൽ കുറച്ചുനേരം ഞാനിരുന്നു. ദൂരെ ഏതാനും കെട്ടിടങ്ങൾ കാണാം. അതിനടുത്തുനിന്നും മലയുടെ പാർശ്വങ്ങളിലൂടെ കിടക്കുന്ന ഒറ്റയടി പാതയിലൂടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. യഥാർത്ഥ ക്ഷേത്രവും യോഗാശ്രമങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ധരംശാല ഇന്ന് ഇന്ത്യയിലെ ഭക്തി വ്യവസായത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ചെറിയ കുടിലുകളിലും വീടുകളിലും ഇരുന്ന് മുറി ഇംഗ്ലീഷിൽ വിദേശികൾക്ക് വേദാന്തം പഠിപ്പിക്കുന്ന നിരവധി പേരാണ് ഇവിടെയുള്ളത്. വലിയൊരു പാറമേലിരിക്കുന്ന ടിബറ്റൻ സന്യാസിമാർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയാണ്. അവരുടെ അലക്കിയ വസ്ത്രങ്ങൾ കുങ്കുമവർണ്ണ പതാക പോലെ ഓരോ പാറയിലും വിരിച്ചിട്ടിരിക്കുന്നത് രസകരമായൊരു കാഴ്ച. ടൂറിസ്റ്റുകൾ അരുവിയിൽ കുളിച്ചും കളിച്ചും നിൽക്കുന്നു. മലമുകളിലെങ്ങും നിരന്നു നിൽക്കുന്ന ദേവദാരുക്കൾ. ഇതുപോലെ സ്വച്ഛവും സുന്ദരവുമായ പ്രകൃതിയെയാണ് മക്ലിയോഡ്ഗഞ്ചിൻ്റെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് ആകെ വികൃതമാക്കിയിരിക്കുന്നത്. ടൂറിസ്റ്റുകൾ കൂട്ടമായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ടൂറിസത്തിൻ്റെ മറവിലാണ് പ്രകൃതിയെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ അവസരത്തിൽ ഓർത്തുപോകുന്നു. ഹിമാലയൻ പാർശ്വങ്ങളിൽ നമുക്ക് നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ബദ്രിനാഥും കേദാർനാഥും മുതൽ ഭാക്സുനാഗ് വരെ അതിലുൾപ്പെടുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം ഒട്ടും ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടും അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം കൊണ്ടും തകർച്ചയെ നേരിടുന്നതാണ് ഞാൻ കണ്ടറിയുന്നത്. 1 നൂറ്റാണ്ട് മുൻപുള്ള നിർമ്മിതികളൊക്കെ മനോഹരമാണ്. പുതിയ ഏച്ചുകെട്ടലും പുതിയ കെട്ടിടങ്ങൾ കൊണ്ടുള്ള ഞെരുക്കിക്കളയലുമില്ലാതെ അതൊക്കെ നിലനിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്നാണ് ഇവിടെ നിന്നും മടങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്.
നമ്മേക്കാൾ എത്രയോ സമ്പന്നരായ സ്വിറ്റ്സർലൻഡുകാർ പോലും പുരാതന കെട്ടിടങ്ങൾ തനിമയൊട്ടും ചോരാതെ ഇന്നും നിലനിർത്തുന്നുണ്ട്. നമ്മളാകട്ടെ പരമ്പരാഗത മന്ദിരങ്ങൾ പൊളിച്ചുകളഞ്ഞ് അവിടെ കോൺക്രീറ്റ് പെട്ടികൾ നിർമ്മിക്കുന്നു. അല്പത്വത്തിൻ്റെ പ്രകടനമെന്നല്ലാതെ അതിന് മറ്റു വിശേഷണങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, ഫാക്സുനാഗ് പോസ്റ്റ് ഓഫീസ്. ഒറ്റയൊരാൾ മാത്രം ജോലി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഒരതിരിലെ ഒരു പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് മാസ്റ്റർ ധരംശാലക്കാരൻ തന്നെയാണ്. ഒരു കസേരയും മേശയും ഇടാനുള്ളത്ര വലിപ്പമേയുള്ളൂ പോസ്റ്റ് ഓഫീസിന്. ക്ഷേത്രത്തിലേക്കുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന ചില കച്ചവടക്കാർ ഇവിടെയുണ്ട്. കുടുംബസമേതമെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ ധാരാളം. ഇസ്രായേലിൽ നിന്നുമാണ് ധരംശാലയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്നത്. യോഗ തന്നെയാണ് സായിപ്പുമാരെ ധരംശാലയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. ധാരാളം യോഗാശ്രമങ്ങൾ ഇവിടെയുണ്ട്. ഇന്ത്യൻ സന്യാസിമാരുടെ രൂപഭാവങ്ങൾ അനുകരിക്കുന്ന വിദേശികളെ വരെ ഇവിടെ കാണാം. ഇവിടെ വിദേശികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പോസ്റ്ററുകളിൽ. യോഗ തന്നെ പ്രധാന വിഷയം. തബല ക്ലാസ്, ആർട്ട് ഓഫ് ബ്രീത്തിങ്, മെഡിറ്റേഷൻ, ഇന്ത്യൻ മ്യൂസിക് സ്കൂൾ, ഇടയ്ക്ക് ചില പ്രത്യേക പരിപാടികളുടെ പരസ്യങ്ങൾ, ടാറ്റു പിയേഴ്സിംഗ് സ്റ്റുഡിയോ, തലമുടി വെട്ടുകയും മസാജിങ്ങുമൊക്കെ ചെയ്യുന്ന പാർലർ. ക്ഷേത്രത്തിനരികിൽ നിന്നും തിരികെ മക്ലിയോഡ് ഗഞ്ചിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പർ ധരംശാലയാണ് മക്ലിയോഡ് ഗഞ്ച്. ടിബറ്റിൽ നിന്ന് വന്നവരുടെ സെറ്റിൽമെന്റ് ആ ഭാഗത്താണ്. അവിടേക്കാണ് ഇനി യാത്ര. മുന്നിൽ ഒരു മലയെ നോക്കുക. ദേവദാരുക്കൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു മലഞ്ചെരുവിനെ 5ഉം 6ഉം നിലയുള്ള കെട്ടിടങ്ങൾ കൊണ്ട് നിറച്ച് ശ്വാസം മുട്ടിച്ചിരിക്കുന്നു. ഭൂമി ചെറുതായൊന്ന് ചുമലനക്കിയാൽ അതെല്ലാം ഇടിഞ്ഞു താഴെ പതിക്കും. കെട്ടിട നിർമ്മാണത്തിന് ഒരു നിയന്ത്രണങ്ങളും ഇവിടെയില്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു ഭരണ സംവിധാനവും ഇവിടെ ഇല്ലേ എന്ന് ആരും സംശയിച്ചു പോകും. പൊതുവെ ഉറപ്പില്ലാത്ത സ്ലേറ്റ് പാറകളുടെ മലകളാണ് ഇവിടെയുള്ളത്. അതിൻ്റെ മുൻപിൽ പോലും കോൺക്രീറ്റിൻ്റെ ബഹുനില മന്ദിരങ്ങൾ പണിതുവച്ചിരിക്കുന്നു. പ്രകൃതിയെ തീർത്തും നശിപ്പിച്ചു കളഞ്ഞ ധരംശാല. ഇവിടേക്ക് ഒരു ടൂറിസ്റ്റും പോകണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയില്ല. വൃത്തികെട്ട റോഡുകൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കുറച്ച് സ്വകാര്യ ഹോട്ടലുകളല്ലാതെ ഗവൺമെൻറ് ഒരുക്കുന്ന സൗകര്യങ്ങളൊന്നുമില്ല. എന്നിട്ടും ധാരാളം പാശ്ചാത്യ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. ഒരിടത്ത് കാർ നിർത്തി ഞാൻ ഇറങ്ങി. മക്ലിയോഡ് ഗഞ്ചിൽ ടിബറ്റൻ സെറ്റിൽമെൻ്റ് ഉള്ളത് ഇവിടെയാണ്. തെരുവുകളിൽ ജനം നിറഞ്ഞൊഴുകുന്നു. ഇവിടെയാണ് കൂടുതൽ ടിബറ്റുകാരെയും കാണുന്നത്. ഇടുങ്ങിയ തെരുവ്. സ്കൂളിൽ നിന്നും മടങ്ങുന്ന കൊച്ചു സന്യാസിമാരും ഇലക്കറികൾ വാങ്ങുന്ന പ്രായം ചെന്നൊരു സന്യാസിയുമൊക്കെ ഇവിടുത്തെ സാന്നിധ്യങ്ങൾ. ടിബറ്റിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണം വരുന്നതിനെതിരെ 1959 ലാസയിൽ പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവം പരാജയമായതോടെയാണ് 14ാം ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ഈ വഴിയെ മുന്നോട്ട് നടന്നാൽ ദലൈലാമയുടെ ആസ്ഥാനത്തെത്താമെന്നാണ് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നത്. ഇവിടെ ടിബറ്റൻ ഭാവമുള്ള ചില കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങുന്നു. അതിനു മുന്നിൽ നിരത്തി സ്ഥാപിച്ച പ്രാർത്ഥനാ ചക്രങ്ങൾ. ഒരാൾ വളരെ ശ്രമപ്പെട്ട് പ്രയർ വീലുകൾ കറക്കിപ്പോകുന്നത് കൗതുകപൂർവ്വം കുറച്ചുനേരം ഞാൻ കണ്ടുനിന്നു. 1960 ധരംശാല ആസ്ഥാനമായി ടിബറ്റൻ പ്രവാസി ഗവൺമെൻറ് പ്രവർത്തനം തുടങ്ങുന്നത്. ഏതാണ്ട് 8000-ഓളം ടിബറ്റുകാർ ഇപ്പോൾ ധരംശാലയിലുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക ഓഫീസുകളും ഭരണ സംവിധാനവുമൊക്കെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ടിബറ്റുകാരെ എവിടെ താമസിപ്പിക്കണമെന്ന പ്രശ്നം 1950-കളിൽ ഉയർന്നു വന്നിരുന്നു. ഒടുവിൽ ഏറ്റവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഒരിടമായി കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രദേശം കണ്ടെത്തുകയാണുണ്ടായത്. സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്ന പ്രവാസി ഗവൺമെൻറ്റിന് ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ സഹായങ്ങൾ ലഭിച്ചുവരുന്നു. 1967 വിപുലമായൊരു ടിബറ്റൻ വെൽഫെയർ ഓഫീസും ഇവിടെ പ്രവർത്തനമാരംഭിക്കുകയുണ്ടായി. കച്ചവടക്കാർ നിരന്നിരിക്കുന്ന ഓരങ്ങളുള്ള വൃദ്ധസന്യാസിമാർ നീങ്ങുന്ന പാതയിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്.
ടിബറ്റിന്റെ പാരമ്പര്യം പേറുന്ന തെരുവുകൾ. തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ കണ്ട ക്ഷേത്രം. അതുമാത്രമാണ് ഇവിടെ ടിബറ്റിന്റെ ഒരു സാന്നിധ്യമായിരിക്കുന്നത്. മറ്റു കെട്ടിടങ്ങളെല്ലാം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കാണുന്ന അതേ തരം തന്നെയാണ്. ദലൈലാമയുടെ ആസ്ഥാന മന്ദിരം ലക്ഷ്യമാക്കി ഞാൻ നടത്തം തുടരുകയാണ്.